നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച SSC CHSL എക്സാം 2025 നോട്ടിഫിക്കേഷന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ CHSL പരീക്ഷയിലൂടെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോലുള്ള പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നത് ജൂൺ 23 മുതൽ ജൂലൈ 18 രാത്രി 11 മണി വരെയാണ്. ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ട തീയതി ജൂലൈ 19 രാത്രി 11 മണി വരെയാണ്. അതേപോലെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ജൂലൈ 23 മുതൽ 24 വരെയാണ്. Tier 1 കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായിട്ടുള്ള പരീക്ഷ നടക്കുന്നത് 2025 സെപ്റ്റംബർ 8 മുതൽ 18 വരെയാണ്. അതേപോലെ Tier 2 പരീക്ഷ 2026 ഫെബ്രുവരി മുതൽ മാർച്ച് വരെ നടക്കും. ഇനി നമുക്ക് പോസ്റ്റുകളുടെ പേരും ശമ്പള നിരക്കും നോക്കാം. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഓർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ് ശമ്പള നിരക്ക്. അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ DEO, പേ ലെവൽ 4, ശമ്പള നിരക്ക് 25,500 മുതൽ 81,100. പേ ലെവൽ 5 29,200 മുതൽ 92,300. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, പേ ലെവൽ 4, 25,500 മുതൽ 81,100 വരെയാണ്. അപ്പൊ മൊത്തം 3,131 താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SC, ST, OBC, EWS, എക്സ് സർവീസ്മാൻ, PWBD തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സംവരണം ഉണ്ടാകുന്നതാണ്. ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനുള്ള അവസരങ്ങൾ നോക്കാം. DEO ഓർ ഗ്രേഡ് A DEO, ലോ വിഷൻ, ഹിയറിംഗ് ഡിസബിലിറ്റി, അപ്പർ ഓർ ലോവർ ലിംബ് ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി, ഡോർഫിസം, അതേപോലെ ഓട്ടിസം, മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ LDC ഓർ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണെങ്കിൽ ബ്ലൈൻഡ്നസ്, ലോ വിഷൻ, ഹിയറിംഗ് ലോസ്, ഓട്ടിസം, ലേണിംഗ് ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ എക്സാമിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയ്ക്ക് അപേക്ഷകൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് നേപ്പാൾ, സബ്ജക്ട് ഓഫ് ഭൂട്ടാൻ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനായിട്ട് വന്നവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ BRO, അതായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. BRO LDC കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. അത് CREF സെന്ററിലോ റിക്രൂട്ട്മെന്റ് സെന്ററിലോ നടത്തും. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. പോസ്റ്റിങ്ങും ട്രെയിനിങ്ങും വരുന്നത് പരീക്ഷയും മെഡിക്കൽ ടെസ്റ്റും പാസ്സായാൽ CREF സെന്ററിൽ പരിശീലനം ലഭിക്കും. തുടർന്ന് ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് 1 മൈൽ റൺ ആണ്. ടൈം ലിമിറ്റ് 10 മിനിറ്റ്സ് വരും. SSC വഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും CREF സെന്റർ പൂനെയിൽ ഈ പരീക്ഷ പാസ്സാകേണ്ടത് നിർബന്ധമാണ്. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് വെസ്റ്റേൺ ഹിമാലയൻ റീജിയൻസ് ആണെങ്കിൽ ഉയരം 158 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ, അതേപോലെ വെയിറ്റ് 47.5 kg. അതേപോലെ തന്നെ ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻ ആണെങ്കിൽ ഉയരം 152 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, അതേപോലെ വെയിറ്റ് 47.5 kg. അതേപോലെ വെസ്റ്റ് പ്ലെയിൻ റീജിയൻ ആണെങ്കിൽ ഉയരം 162.5 സെന്റിമീറ്റർ, ചെസ്റ്റ് 76 സെന്റിമീറ്റർ, വെയിറ്റ് വരുന്നത് 50 kg ആണ്. അതേപോലെ ഈസ്റ്റേൺ പ്ലെയിനിൽ ഉയരം എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, വെയിറ്റ് 50 kg. സെൻട്രൽ റീജിയൻ ആണെങ്കിൽ ഉയരം 157 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, വെയിറ്റ് 50 kg. സദേൺ റീജിയൻ ആണെങ്കിൽ സദേണിലാണ് കേരള, AP, തമിഴ്നാട്, കർണാടക, തെലങ്കാനയൊക്കെ വരുന്നത്. അതിൽ ഹൈറ്റ് വരുന്നത് 157 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, വെയിറ്റ് 50 kg. അതേപോലെ ഗോർഖാസ് വരുന്നത് ഉയരം 152 സെന്റിമീറ്റർ, ചെസ്റ്റ് 75 സെന്റിമീറ്റർ, വെയിറ്റ് വരുന്നത് 47.5 kg ആണ്. അതേപോലെ സ്പെഷ്യൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. CREF ജീവനക്കാർക്കോ മുൻ CREF ജീവനക്കാരുടെ മക്കൾക്കോ ആണെങ്കിൽ സ്പെഷ്യൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. സോ BRO LDC പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് 1 മൈൽ റൺ പാസ്സാകേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് BRO പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. അപേക്ഷിക്കുന്നതിന് വേണ്ട 1/1/2026 അടിസ്ഥാനമാക്കിയാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്.
അതായത് പ്രായം 18-നും 27 വയസ്സിനും ഇടയിലായിരിക്കണം. 2/1/1999-നും 1/1/2008-നും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏജ് റിലാക്സേഷൻ നോക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷം, OBC 3 വർഷം, PWBD ജനറൽ ആണെങ്കിൽ 10 വർഷം, PWBD OBC 13 വർഷം, PWBD SC/ST 15 വർഷം, എക്സ് സർവീസ്മാൻ സർവീസ് കാലം കുറച്ച ശേഷം 3 വർഷം, അതേപോലെ ഡിഫൻസ് പേഴ്സണൽ 3 വർഷം, ഡിഫൻസ് പേഴ്സണൽ SC/ST ആണെങ്കിൽ 8 വർഷം വരെ ഇളവ് ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ 40 വയസ്സ് വരെ, അതിൽ SC/ST ആണെങ്കിൽ 45 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. വിധവകൾ, വിവാഹമോചിതർ, നിയമപരമായി വേർപെട്ട സ്ത്രീകളാണെങ്കിൽ 35 വയസ്സ് വരെ അപേക്ഷിക്കാം. SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. SSC കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്ട്രി ഓഫ് കൾച്ചർ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഇവയൊക്കെയാണ്. ഈ പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത 1/1/2026 മുമ്പ് +2 സയൻസ് വിഷയത്തിൽ പാസ്സായിരിക്കണം. അതേപോലെ സബ്ജക്ട് മാത്സ് ഉണ്ടായിരിക്കുകയും വേണം. എന്നാൽ മറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാണെങ്കിൽ 1/1/2026 മുമ്പ് +2 മാത്രം പാസ്സായാൽ മതി. അവിടെ മാത്സ് വേണമെന്ന് നിർബന്ധമില്ല. ഏത് സ്ട്രീം വേണമെങ്കിലും അപേക്ഷിക്കാം. സയൻസ് ആണെങ്കിലോ കൊമേഴ്സ്, ആർട്സ് ഏതാണെങ്കിലും ഓക്കെയാണ്. നെക്സ്റ്റ് വൺ, LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതേപോലെ JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇതിനെ അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത +2 പാസ്സായിരിക്കണം. ഇവിടെ ഏത് സബ്ജക്റ്റ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ സ്ട്രീം, സബ്ജക്ട് ലിമിറ്റേഷൻ ഒന്നും LDC അല്ലെങ്കിൽ JSA പോസ്റ്റുകൾക്ക് ഇല്ല. സോ +2 പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും റിസൾട്ട് 1/1/2026 മുമ്പ് വന്നിരിക്കണം. അതേപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിച്ചവരാണെങ്കിൽ UGC DEB അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം. അതേപോലെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പോലുള്ള കോഴ്സുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിച്ചിട്ടുള്ളത് അംഗീകരിക്കില്ല. IGNOU വഴി 2009-2010 വർഷം വരെ എഞ്ചിനീയറിംഗ് എടുത്തവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. www.ssc.gov.in എന്ന പുതിയ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ അപേക്ഷിക്കുന്നതിന് മുമ്പ് പുതിയ വെബ്സൈറ്റിൽ OTR ചെയ്യേണ്ടതുണ്ട്. അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ OTR ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും ഫ്യൂച്ചറിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ OTR സമയത്ത് ആധാർ ഉപയോഗിച്ച് തിരിച്ചറിയൽ നടത്തുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ ചെയ്താൽ ഫോട്ടോ അല്ലെങ്കിൽ ഒപ്പ് സംബന്ധിച്ച എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും അപേക്ഷ ക്യാൻസൽ ആവില്ല. റിസർവേഷൻ, സ്ക്രൈബ്, അധിക സമയം എന്നിവ ആവശ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രിവ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷയുടെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കാനും മറക്കരുത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ കറക്ഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയവ നോക്കാം. അപേക്ഷ ഫീസ് വരുന്നത് 100 രൂപയാണ്. വിമൺ കാൻഡിഡേറ്റ്സ്, അതേപോലെ SC, ST, PWBD, എക്സ് സർവീസ്മാൻ ഇവർക്ക് ഫീസ് ഇല്ല. അപ്പൊ ഫീസ് അടയ്ക്കാവുന്നത് ഓൺലൈൻ വഴിയാണ്. അവസാന തീയതി 19/7/2025 രാത്രി 11 മണി വരെയാണ്. ഫീസ് ലഭിക്കാത്ത അപേക്ഷകൾ റിജക്റ്റ് ആകും. അതേപോലെ തന്നെ അപേക്ഷ തിരുത്താനും അവസരമുണ്ട്. അത് 23/7/2025 മുതൽ 24/7/2025 രാത്രി 11 മണി വരെയാണ്. ഇതും 2 പ്രാവശ്യം വരെ തിരുത്താനായിട്ട് സാധിക്കും. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ 200 രൂപയാണ് ചാർജ് വരുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം തിരുത്തുമ്പോൾ 500 രൂപ ചാർജ് വരും. ഇത് ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പൊ അവസാന തീയതിക്ക് ശേഷം തിരുത്താനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കാം. കാൻഡിഡേറ്റ്സ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന 3 പരീക്ഷാ കേന്ദ്രങ്ങൾ ഓൺലൈൻ അപേക്ഷാ ഫോമിൽ മുൻഗണനാ ക്രമത്തിൽ വ്യക്തമാക്കുക. ഒരിക്കൽ തിരഞ്ഞെടുക്കുന്ന പരീക്ഷാ കേന്ദ്രത്തിൽ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. പ്രധാന പരീക്ഷാ മേഖലകളും കേന്ദ്രങ്ങളും നോക്കുകയാണെങ്കിൽ സെൻട്രൽ റീജിയൺ വരുന്നുണ്ട്, അതേപോലെ ഈസ്റ്റേൺ റീജിയൺ, നെക്സ്റ്റ് കർണാടക, കേരള റീജിയൺ വരുന്നുണ്ട്. അതിനകത്താണ് കർണാടക, കേരളം, ലക്ഷദ്വീപ് തുടങ്ങിയ സ്റ്റേറ്റ്സ് വരുന്നത്. കേരളയിൽ തിരുവനന്തപുരം ഉണ്ട്, കോഴിക്കോട്, എറണാകുളം, ബാംഗ്ലൂർ തുടങ്ങിയ വരുന്നുണ്ട്. അതേപോലെ മധ്യപ്രദേശ് റീജിയൺ, നോർത്ത് ഈസ്റ്റേൺ റീജിയൺ, നോർത്തേൺ റീജിയൺ, നോർത്ത് വെസ്റ്റേൺ റീജിയൺ, സദേൺ റീജിയൺ വരുന്നുണ്ട്. സദേൺ റീജിയണിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന,
പുതുച്ചേരി തുടങ്ങിയ സ്റ്റേറ്റ്സ് ആണ്. അതിൽ ചെന്നൈ, ഹൈദരാബാദ്, തിരുപ്പതി തുടങ്ങിയ സെന്റേഴ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് വെസ്റ്റേൺ റീജിയണും വരുന്നുണ്ട്. ഇത്രയുമാണ് എക്സാം സെന്റേഴ്സ് വരുന്നത്. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. എക്സാം 2 ഘട്ടങ്ങളിലായിരിക്കും. Tier 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, Tier 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. Tier 1 എക്സാംസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ടൈം 60 മിനിറ്റ്സ്. സ്ക്രൈബ് ഉള്ളവർക്കാണെങ്കിൽ 80 മിനിറ്റ്സ് ഉണ്ടായിരിക്കും. റോങ് ആൻസറിന് 0.50 മാർക്ക് കട്ട് ചെയ്യും. നമുക്കിനി നോക്കാം, അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പാർട്ട് 1 സബ്ജക്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇതിൽ ബേസിക് നോളജ് ആണ് വരുന്നത്. 25 ചോദ്യങ്ങൾ 50 മാർക്കായിരിക്കും. പാർട്ട് 2 ജനറൽ ഇന്റലിജൻസ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. പാർട്ട് 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതിൽ ബേസിക് അരിത്തമെറ്റിക് സ്കിൽസ് ആയിരിക്കും. ഇതിലും 25 ചോദ്യങ്ങൾ 50 മാർക്ക്. പാർട്ട് 4 ജനറൽ അവയർനെസ് 25 ചോദ്യങ്ങൾ 50 മാർക്ക്. ഇങ്ങനെയായിരിക്കും Tier 1 എക്സാം പാറ്റേൺ. അപ്പോൾ Tier 1 എക്സാം പാറ്റേൺ കഴിഞ്ഞു. ഇനി നമുക്ക് Tier 2 എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതും 2 സെഷനുകളായിട്ടാണ് നടത്തുന്നത്. സെഷൻ 1 ഉണ്ടായിരിക്കും, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറാണ്. സെഷൻ 2 ടൈപ്പിംഗ് ഓർ സ്കിൽ ടെസ്റ്റ്, ഇത് ക്വാളിഫൈ നേച്ചർ ഉള്ളതായിരിക്കും. അപ്പോൾ സെഷൻ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറിൽ 2 മണിക്കൂർ 15 മിനിറ്റ്സ് ആണ് വരുന്നത്. സ്ക്രൈബ് ഉള്ളവർക്കാണെങ്കിൽ 2 മണിക്കൂർ 55 മിനിറ്റിൽ കിട്ടും. അതേപോലെ അതിൽ സെഷൻ 1 3 സെക്ഷനാണ് വരുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഈ സെക്ഷൻ 1 വരുന്നത് മാത്തമെറ്റിക്കൽ എബിലിറ്റീസ് ആൻഡ് റീസണിങ്, അത് 60 ചോദ്യങ്ങൾ 180 മാർക്ക് 1 മണിക്കൂർ. സെക്ഷൻ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ജനറൽ അവയർനെസ് 60 ചോദ്യങ്ങൾ 180 മാർക്ക് 1 മണിക്കൂർ. സെക്ഷൻ 3 കമ്പ്യൂട്ടർ നോളജ് 15 ചോദ്യങ്ങൾ 45 മാർക്ക് 15 മിനിറ്റ്. ഇതെന്ന് പറയുന്നത് ഈ സെഷൻ എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ ആണ്. അപ്പോൾ സെക്ഷൻ 1, 2, 3 എല്ലാം നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളവയാണ്. 1 മാർക്ക് വെച്ച് കുറയും തെറ്റായ ഉത്തരത്തിന്. ഇനി സെഷൻ 2 പോവാം. അതിലാണ് ടൈപ്പിംഗ് ഓർ സ്കിൽ ടെസ്റ്റ് വരുന്നത്. ഇതും ക്വാളിഫൈ നേച്ചർ ഉള്ളതാണ്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. അതിന് വരുന്നത് സ്പീഡ് എന്ന് പറയുന്നത് 8000 to 15,000 കീ ഡിപ്രഷൻ പെർ അവർ ആണ്. ടെസ്റ്റ് സമയം 15 മിനിറ്റ്സ് ആണ്. അതേപോലെ LDC ഓർ JSA ടൈപ്പിംഗ് ടെസ്റ്റ്, ഇംഗ്ലീഷ് 35 വേർഡ്സ് പെർ മിനിറ്റ്സ്, ഹിന്ദി ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ്സ്. അതിൽ ടെസ്റ്റ് സമയം 10 മിനിറ്റ്സ് ആണ്. സ്ക്രൈബ് ഉള്ളവർക്ക് 15 മിനിറ്റ്സ് കിട്ടും. Tier 2 എക്സാമിന്റെ എല്ലാ സെഷനുകളും ക്വാളിഫൈ ചെയ്യണം. ടൈപ്പിംഗ് ഓർ സ്കിൽ ടെസ്റ്റിന്റെ മാർക്ക് വരാറില്ല, പക്ഷെ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് Tier 1 and Tier 2 എക്സാം സിലബസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സിലബസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സിലബസിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടും. അടുത്തതായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസ്, മോഡ് ഓഫ് സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ് ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നടക്കുക. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. SLC സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനുള്ളത്, +2 മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഫോട്ടോ ID പ്രൂഫ്. അതിനായിട്ട് നമുക്ക് ആധാർ, വോട്ടർ ID, പാൻ കാർഡ് മുതലായവ ഉപയോഗിക്കാം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC ST OBC EWS കാൻഡിഡേറ്റ്സിന്, PWBD സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന്, അതേപോലെ NOC സർക്കാർ ജോലി ചെയ്യുന്നവർക്ക്, എക്സ് സർവീസ്മാൻ ഡോക്യുമെന്റ്സ്, സർവീസ് സർട്ടിഫിക്കറ്റ് മുതലായവ. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, കോൾ ലെറ്റർ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടി വരും. കട്ട് ഓഫ് മാർക്സ് വരുന്നത് ജനറൽ 30%, OBC EWS 25%, മറ്റു വിഭാഗങ്ങൾക്ക് 20%. ഇങ്ങനെയായിരിക്കും കട്ട് ഓഫ് മാർക്സ് വരുന്നത്. Tier 1 and Tier 2 എക്സാമുകളാണ് നിർണായകമാവുന്നത്. Tier 1 പരീക്ഷയുടെ നോർമലൈസ്ഡ് സ്കോർ ഉപയോഗിച്ച് Tier 2 ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. Tier 2 പരീക്ഷയിൽ 4 സെക്ഷനുകളാണുള്ളത്. എല്ലാ സെക്ഷനുകളിലും നമ്മൾ യോഗ്യത നേടണം. അപ്പോൾ സെക്ഷൻ 1 + സെക്ഷൻ 2 ആകെ മാർക്ക് ഉപയോഗിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ സെക്ഷൻ 3 വരുന്ന കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആൻഡ് സെക്ഷൻ 4 ടൈപ്പിംഗ് ടെസ്റ്റ് ഓർ സ്കിൽ ടെസ്റ്റ്, ഇതൊക്കെ ക്വാളിഫൈങ് നേച്ചർ മാത്രമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യ മുഴുവൻ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി നിങ്ങൾക്ക് ബാധകമാണ്. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. അതേപോലെ തന്നെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് മെറിറ്റ് പ്ലസ് പ്രിഫറൻസ് അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉടൻ തന്നെ അപേക്ഷിക്കുക. വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.